നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്, ആവശ്യത്തിൽ കവിഞ്ഞ ദയ, കരുണ എന്നിവയെല്ലാം നമുക്ക് സമൂഹത്തിൽ വളരെയധികം സ്ഥാനമാനങ്ങൾ നേടിത്തരും, പേരും പ്രശസ്തിയും ഉണ്ടാകും എന്നൊക്കെ. എന്നാൽ അങ്ങനെ സംഭവിക്കാറില്ല. നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. അതിനുദാഹരണമായി ഒരു കഥയാണ് ഞാനിവിടെ പറയുന്നത്. പണ്ട് പാടലീപുത്രം എന്ന നഗരത്തിൽ വിശ്രാംദാസ് എന്നു പേരുള്ള ഒരു വലിയ ജന്മി താമസിച്ചിരുന്നു. ഇദ്ദേഹത്തിന് മറ്റുള്ളവരോട് വലിയ കരുണയും ദയയും ഒക്കെ ആയിരുന്നു. ഇദ്ദേഹം മറ്റുള്ളവർക്ക് അകമഴിഞ്ഞ് ഉപകാരങ്ങൾ ചെയ്തു പോന്നിരുന്നു. പതുക്കെ ഇദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ആ നാട്ടിലുള്ള ആൾക്കാരും പാവങ്ങളും ഭിക്ഷക്കാരും ഒക്കെ വന്ന് നിൽക്കാൻ തുടങ്ങി. വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അന്നവും മറ്റു വസ്ത്രങ്ങളും അവർക്ക് വേണ്ടതെല്ലാം അദ്ദേഹം നൽകി പോന്നിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടി വന്ന ആചാര്യൻ ചാണക്യൻ ഈ ദൃശ്യങ്ങൾ എല്ലാം കാണാനിടയായി. ചാണക്യൻ വിശ്രാംദാസിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് നിങ്ങളുടെ നാശത്തിന് വഴിയൊരുക്കും എന്ന് പറഞ്ഞു. ആചാര്യൻ പറഞ്ഞു, ആവശ്യത്തിൽ കവിഞ്ഞ് മറ്റുള്ളവരോട് കരുണയും ദയയും കാണിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കാനും പാടില്ല. വിശ്രാംദാസ് വളരെ ഗർവോടുകൂടി പറഞ്ഞു, ദാനധർമാദികൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്, മഹാപുണ്യമാണ്. ചാണക്യൻ്റെ വാക്കുകൾ അദ്ദേഹം വിലക്കെടുത്തില്ല. അദ്ദേഹം എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആൾക്കാരെ സഹായിച്ചുകൊണ്ടേയിരുന്നു. പതുക്കെ ആൾക്കാർക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യം നഷ്ടമായി. ഗ്രാമവാസികൾ ജോലി ചെയ്യാതെ സുഖലോലുപരായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ മടിയും അലസതയും ഒക്കെ പിടികൂടി. വ്യാപാരികൾ വ്യാപാരങ്ങളെല്ലാം നിർത്തിവെച്ചു. കർഷകർ കൃഷി ചെയ്യാത്തതിനാൽ ഭൂമികളെല്ലാം തരിശു ഭൂമികളായി മാറിത്തുടങ്ങി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം നഗരത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി മാറി. കള്ളന്മാരും പിടിച്ചുപറിക്കാരും അവസരം മുതലെടുത്തു. ഒരു ദിവസം അവർ വിശ്രാംദാസിൻ്റെ ഗ്രഹത്തിൽ തന്നെ മോഷണം നടത്തി. അതോടുകൂടി സർവ്വസമ്പത്തുകളും വിശ്രാംദാസിന് നഷ്ടമായി. അങ്ങനെ വിശ്രാംദാസിൻ്റെയും നഗരത്തിൻ്റെയും ഐശ്വര്യങ്ങളെല്ലാം നഷ്ടമായി. ഒരു ദിവസം എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആചാര്യൻ ചാണക്യൻ അതിലെ തിരികെ വന്നു. അദ്ദേഹം വിശ്രാംദാസിനോട് പറഞ്ഞു, അല്ലയോ പുത്ര, നിൻ്റെ മറ്റുള്ളവരോടുള്ള അമിതമായ ദയ നിൻ്റെ നാശത്തിന് കാരണമായി ഭവിച്ചു. ചാണക്യനീതി അനുസരിച്ച് ദയ നല്ലതാണ്. അത് ബുദ്ധിയോടും വിവേകത്തോടും കൂടി പ്രാവർത്തികമാക്കണം. ദയയും ധർമ്മവും ഒന്നു ചേർന്നാൽ മാത്രമേ അത് സത്യസന്ധമായ ഗുണമാകുകയുള്ളൂ. ദയ കാണിച്ച് എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നല്ലവർക്ക് പോലും അനീതി സംഭവിക്കുന്നു. ദയ കാണിക്കുന്നവർക്ക് തന്നെ അവസാനം നഷ്ടം വരും. ദയ ഒരു മഹത്തായ ഗുണമെങ്കിലും അതിരു കവിഞ്ഞ ദയ പല ദോഷങ്ങളും വരുത്തി വയ്ക്കും. ദയയ്ക്ക് അർഹരായവരോട് മാത്രം കാണിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നതും നല്ലതല്ല. ഏത് നിമിഷവും വിശ്വാസവഞ്ചന നേരിടേണ്ടതായി വരും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.